علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى നമ്മളുടെ റമദാനിനെ കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മാസത്തിൻ്റെ 20 ദിവസം നാളെ പൂർത്തിയാവും. നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? നമ്മുടെ ഈ 20 ദിവസം ചെയ്ത നമ്മളുടെ നോമ്പ്, നമ്മളുടെ നിസ്കാരങ്ങൾ, മറ്റു കർമ്മങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്തുള്ള അമലായിട്ടുണ്ടാവോ ഇല്ലേ? ഒരു മുഹാസബ ചെയ്യണം ശരിക്കും. കാരണം കിട്ടിയതൊരവസരമാണ്, അത് നഷ്ടപ്പെട്ടു പോയാൽ നികത്താൻ കഴിയാത്ത നഷ്ടവുമാണ്. അതുകൊണ്ട് മുഹാസബ ചെയ്യണം. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന 2 നിബന്ധനകളോട് കൂടി നോമ്പെടുക്കാൻ പറ്റിയോ, 2 ഷർത്തോട് കൂടി തറാവീഹ് നിസ്കരിക്കാൻ പറ്റിയോ എന്നാലോചിക്കണം. ഈമാനൻ വഹ്തിസാബൻ, രണ്ടും വലിയ വിഷയമാണ്. നമ്മൾ ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയുമാണ് നോമ്പെടുത്തത് എന്നതിൻ്റെ അലാമത്ത്, ഒന്നിൽ തുടങ്ങി നാളെ 20 അവസാനിക്കുന്ന നോമ്പുകളിൽ നമ്മുടെ മനസ്സിന് ഏറ്റവും തൃപ്തി നൽകുന്ന നോമ്പ് ഇന്നത്തെ നോമ്പായിരിക്കും, ഇല്ലെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന നോമ്പായിരിക്കും. ഞാൻ ശരിയാക്കി നോമ്പെടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് നമ്മൾ ഏറ്റവും അവസാനം എടുത്ത നോമ്പായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈമാനും വഹ്തിസാബും നമ്മുടെ നോമ്പായിട്ടില്ല. കാരണം സലഫുകൾ അങ്ങനെയായിരുന്നു. അവർക്ക് പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസം കഴിയും തോറും സൂക്ഷ്മത കൂടുകയാണ്, ശ്രദ്ധ കൂടുകയാണ്. കണ്ണിനെ, കാതിനെ, നാവിനെ വളരെ 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 ശ്രദ്ധിച്ച് നഷ്ടപ്പെടാണ്ട് കാക്കുകയാണ്. അവർ എടുത്ത നോമ്പുകളിൽ ഏറ്റവും നല്ല നോമ്പ് അവസാനത്തെ ദിവസം എടുത്ത നോമ്പായിരിക്കും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈമാനം വഹ്തിസാബനായിട്ടുണ്ട്. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു നസീബാക്കട്ടെ. വെറുതെ ഒന്ന് നോക്കണം നോമ്പിനെ പറ്റി. കണ്ണ് നോമ്പെടുത്തിട്ടുണ്ടാവോ? കാത് നോമ്പെടുത്തിട്ടുണ്ടാവോ? നാവ് നോമ്പെടുത്തിട്ടുണ്ടാവോ? അതല്ല, എടുത്തതെല്ലാം വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവോ? വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്, വളരെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സലഫു സ്വാലിഹികൾ നോമ്പുകാർക്ക് നൽകിയ നസീഹത്തില് വളരെ കടുപ്പപ്പെട്ട നസീഹത്തായിട്ട് പറഞ്ഞു, ഹിഫ്ദുൽ ലിസാൻ, നാവിനെ സൂക്ഷിച്ചോളൂ. നമ്മൾ ഈ അമല് ചെയ്തത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ്, വലിയ ഈസി അല്ല. വിശപ്പ്, ദാഹം, ക്ഷീണം, അവശത, ബലഹീനത, വേദന, നൃത്തം, നിസ്കാരം, സൂക്ഷ്മത, ശ്രദ്ധ, ഭയങ്കരമായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോയ അമല് അന്യർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബന്ധബുദ്ധികളായി പോയോന്ന് മുഹാസബ ചെയ്യണം. ഫ്രീ ആയിട്ട് ആരാന്? നമ്മുടെ ഇബാദത്ത്. അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന സമയത്ത് സിറിയയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാനിൽ, ഷെയ്ഖിനെ മോശമാക്കിക്കൊണ്ട് മാത്രം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാള് ഉംറക്ക് വന്നു. ശിഷ്യന്മാര് പറഞ്ഞു, അങ്ങക്ക് റദ്ദ് ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, വേഗം വരാൻ പറഞ്ഞു. ഷെയ്ഖിന് കണ്ണു കാണൂല. അടുത്തെത്തി കൈപിടിച്ചു. ഈ വന്ന വ്യക്തിയുടെ നെറുകയിൽ, നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി തആല. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് നന്മകൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ടെന്ന് അറിഞ്ഞു, ഇനിയും പറഞ്ഞോളിൻ, എഴുതിക്കോളി. ഫ്രീ ആയിട്ടാ കിട്ടുന്നത്. അതുകൊണ്ട് 20 ദിവസം പൂർത്തിയാവുന്ന നോമ്പുകാരായ പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും കൊടുത്തോ ഇല്ലെന്നതിനെ പറ്റി ചിന്തിച്ചോളി. നാളെ അള്ളാന്റെ കോടതിയിൽ ഏറ്റവും വലിയ സങ്കടം ചെയ്തതെടുത്തിട്ട് അന്യന്റെ കൈമിലേക്ക് കൊടുക്കുമ്പോഴാണ്. അല്ലാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ദിർഹമ വലാ ദീനാറ, അവിടെ ദീനാറും ദിർഹമോ അല്ല കൊടുക്കല്, ചെയ്ത അമലാണ് കൊടുക്കേണ്ടി വരിക. അതും എവിടെയെന്നറിയോ? സിറാത്തിലൂടെ അപ്പുറത്തെത്തിയതിനു ശേഷം.
സിറാത്ത് കണക്കലാരാ? അമലിസാത്തിഹാത്തുകൾ ചെയ്ത് മലകൾ കണക്ക് നന്മകൾ ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞ പേരെന്താ അറിയോ? മുഫ്ലിസ്, പാപ്പരൻ. പാപ്പരൻ. ചോദിച്ചു സഹാബാക്കളോട്, അതദ്റൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയോ പാപ്പരൻ, ദരിദ്രൻ ആരാണെന്ന്? സഹാബാക്കൾ പറഞ്ഞു, മല്ലാ ദിർഹമ ലഹു വലാ മതാ, പൈസയും സൗകര്യങ്ങളും വസ്തുക്കളും ഒന്നും ഇല്ലാത്തവനാണ് ദിർഹാൻ. അൽ മുഫ്ലിസു മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽപ്പെട്ട പാപ്പരൻ നാളെ മലകൾ കണക്ക് നന്മകളുമായി സ്വർഗത്തിലേക്ക് പോകാനായി വരും. സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് ചിലപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയും, ശതമനി ഹാദാ, ഇവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഒരിടത്ത് വരും, ഖദഫനി ഹാദാ, ഇവൻ എന്നെ പറ്റി ആരോപണം പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറയണമെന്ന് തോന്നിയത് അങ്ങ് വിടലെന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും. അത് ഉള്ളതാണോ, ശരിയാണോ, സത്യമാണോ? വല്ലാഹി സുമ്മ വല്ലാഹി, സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിന്ന് വന്ന് ചോദിക്കും, ഇവൻ എന്നെ പറ്റി ആരോപണം പറഞ്ഞു, അപവാദം പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, കള്ളവ് പറഞ്ഞ് പതരിപ്പിച്ചു. അല്ലാഹുവേ നീതി വേണം, അല്ലാഹുവേ നീതി വേണം. റമദാനുകൾ ഉണ്ടാവും, നിസ്കാരം ഉണ്ടാവും, സക്കാത്ത് ഉണ്ടാവും, സദഖ ഉണ്ടാവും. തൗഹീദി പ്രബോധനത്തിന്റെ വഴിയിൽ ചോര നീരാക്കിയിട്ട് മലകണക്കിന് നന്മകൾ ഉണ്ടാവും. അല്ലാഹുവേ നീതി വേണം. അല്ലാഹു പറയും, അദ്ദിൽ അമാന, അദ്ദിൽ അമാന, നിന്റെ സഹോദരന്റെ ഹക്ക് പൂർത്തിയാക്കിയിട്ട് വാ, എന്നിട്ട് കയറാം. ഇവിടുന്നാണെങ്കിൽ മൗലവി ഒരു 5000 ഇപ്പം അധികം തരാം, മാപ്പാക്കണേ, എന്തെല്ലോ പറഞ്ഞു പോയി, നീ ആയിക്കോട്ടെ കണ്ടുറാ, നമ്മക്ക് പൈസനല്ലോ വേണ്ട, ഇല്ലെങ്കിലേ നമ്മൾ പൈസ ഒരാളാ, ഇങ്ങനെ ഇല്ലെങ്കിലേ നമ്മൾ പൈസ ഒരാളാ, നമുക്ക് പൈസനല്ലോ വേണ്ടത്, എന്താ പൈസ വിളിച്ചോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ദിർഹമ വലാ ദീനാർ, അവിടെ പൈസ കൊടുക്കുന്ന ഒഴിവാക്കാൻ പറ്റൂല. ഇതിങ്ങനെ വാട്സപ്പില് അല്ലെങ്കിൽ ഫേസ്ബുക്കില് കീബോർഡ് കുത്തിയിട്ട് എഴുതുമ്പം ഈ ബോധം വരൂല. ശൈത്താൻ വന്നിട്ട് പറയും, ഫസയ്യന ലഹുമുശ് ശൈത്താൻ, എഴുതടാ, പോരാ, കുറച്ചും കൂടി എഴുത്, ഇങ്ങനെ എഴുത്, അങ്ങനെ എഴുത്. എടാ അത് ഇല്ലാത്തതല്ലേ, എടാ ഇല്ലാത്തതൊക്കെ നിനക്കെന്താ, എഴുതടാ, നാട്ടുകാർ വായിക്കട്ടില്ലേ. എഴുതി എഴുതി പിന്നെ എഴുതി. വല്ലാഹി റബ്ബുൽ ഇസ്സത്തിന്റെ കോടതി നിന്ന് ചോദിക്കും, അദ്ദിൽ അമാന, എഴുതിയതിന്റെ സത്യം തെളിയിച്ചതാ. ഇല്ലെങ്കിൽ ആരെപ്പറ്റി എഴുതിയോ, ആരെപ്പറ്റി പറഞ്ഞോ, ആരെപ്പറ്റി ചിന്തിച്ചോ, ഓന്റെ മാപ്പ് വാങ്ങിയിട്ട് വാ. എന്തു തോന്നുന്നു? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി, ഉപ്പയോടും ഉമ്മയോടും ഭാര്യയോടും ഭർത്താവോടും മക്കളോടും, പിന്നെ നമ്മളെ അന്യന്മാര് കാണാൻ നിൽക്കുന്ന അവിടെ നിന്ന്. വളരെ ശ്രദ്ധിച്ചോളിട്ടോ. ഞാൻ എൻ്റെ നഫ്സിനോട് 1000 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് മാത്രം. ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട് പറയുന്ന, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചോളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയും, അമാനത്ത് പൂർത്തിയാക്ക്. അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല, മാപ്പ് ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ നന്മകൾ എടുത്തിട്ട് കൊടുക്കുക. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പോവും സക്കാത്ത്, നോമ്പ്, സദഖ, തറാവീഹ്, ഖിയാമുൽ ലൈൽ, നോമ്പുറപ്പിക്കൽ, ഉംറ, ഹജ്ജ്, ഇങ്ങനെ പോവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം വാങ്ങാൻ കൊണ്ടുവന്ന പൈസ മൊത്തം തീർന്നുപോയി. അധ്വാനിച്ച് ദുനിയാവെന്ന് ഉണ്ടാക്കിയ സ്വർഗത്തിന്റെ വില ബാഗിൽ നിന്നെല്ലാം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ പരാതിക്കാരി പിന്നെയും ബാക്കി. ഇവന്റെ ജോലി തന്നെ ഇതാ, അടിക്കുക, തെറിവിളിക്കുക, ചീത്ത പറയുക, ഫിത്ന ഉണ്ടാക്കുക, പ്രസാദം ഉണ്ടാക്കുക, ആളുകളെ തമ്മിൽ അകറ്റുക, ഇതന്നെ ഇവന്റെ പണി. പരാതിക്കാരി പിന്നെയും ബാക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ തിന്മകൾ ഇവന്റെ കിതാബിലേക്ക് മാറ്റാനുള്ള കൽപ്പന ഉണ്ടാവും. അവസാനം സ്വർഗത്തിൽ പോകാൻ വന്നവൻ തലയും താഴ്ത്തിയിട്ട് നരകത്തിലേക്ക് പോകും. അല്ലാഹു കാക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവനാണ് പാപ്പരൻ, ഇവനാണ് ദരിദ്രൻ. ഒരുപാട് ചെയ്ത് എല്ലാം കൊണ്ടേറ്റ് ഉടച്ചു. വെറുതെ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കണ്ട. അതുകൊണ്ട് മുഹാസബ ചെയ്തോണി. നോമ്പിങ്ങനെ ഉണ്ടായി. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഇദാ സുംത ഫല്യസും മഅക സമഉക വബസറുക വഖൽബുക, നീ നോമ്പെടുത്താൽ നിന്റെ കണ്ണും കാതും കൽബും കൈയും കാലും ഒക്കെ നിന്റെ പേര് നോമ്പെടുക്കണം. അങ്ങനത്തെ നോമ്പായോ ഇല്ലേ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ 20 ദിവസം പാഴായി.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറുകയാണ്. അല്ലാഹുവേ പുറത്തു താഴട്ടെ. മിമ്പറിന്റെ മുകളിൽ കയറുന്നു. പതിവിന് വിപരീതമായി 3 ആമീൻ പറഞ്ഞു. ആമീൻ ആമീൻ ആമീൻ. സഹാബാക്കൾ ശ്രദ്ധിച്ചു. ഇങ്ങനെ പറയുന്നില്ല സാധാരണ. മിമ്പർ വന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തുനിന്ന് സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് പതിവില്ലാതെ സ്റ്റെപ്പ് കയറുമ്പോൾ ആമീൻ എന്ന് പറയുന്ന കേട്ടല്ലോ, എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ, എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്റക റമദാന ثم انسلخ منه ولم يغفر. ഒരാൾക്ക് റമദാൻ കിട്ടുകയും എന്നിട്ട് പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടാതെ ആ റമദാൻ പോകുകയും ചെയ്താൽ റഗിമ അൻഫു മ്രീൻ, അവൻ നശിക്കട്ടെ, അവൻ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. ഖുൽ ആമീൻ, മുഹമ്മദ് ആമീൻ പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. ദുആ ജിബ്രീലിൻ്റെത്, ആമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കിട്ടിയിട്ട് പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടാത്തവൻ, നോമ്പിന് പാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കഥ ആലോചിച്ചു. അള്ളാഹു മാപ്പ്. നോമ്പ് ഒന്നെന്തിനാ മഗ്ഫിറത്ത് വാങ്ങിയിട്ട് പോവാൻ, എന്നിട്ട് ആ നോമ്പിന് പാപങ്ങൾ ഉണ്ടാക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാലും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരുണ്ട്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. ഹായ് ഹായ് ഹായ്, എന്തൊരു നല്ല റബ്ബ്. കിട്ടിയ ചാൻസ് എല്ലാം തെറ്റും ഗുരുത്തക്കേടും അതും ഇതും കാണിച്ചിട്ട് ഒഴിവാക്കി. എന്നാലും നബിയെ എൻ്റെ അടിമനോട് പറ, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ഇതാ ബാക്കി 10 ദിവസം കൊണ്ട് വരാൻ പറ. ഇനി 10 ദിവസം കൊണ്ട് എൻ്റെ അടുത്തേക്ക്, എൻ്റെ പുരക്കേക്ക് വരാൻ പറ. ഇനി ഓൻ്റെ പുരക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇനി ഓൻ്റെ പുരക്ക് ഉറക്കില്ല രാത്രി. ഇനിയുള്ള ഉറക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അതിഥിയായി എന്നോട് യാചിക്കാൻ 10 ദിവസം എൻ്റെ മുമ്പിൽ ഇഅ്തികാഫിരിക്കാൻ വരാൻ പറ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, സഹാബാക്കളെ, ഇന്നലെ വരെ എന്നോടൊപ്പം ഇഅ്തികാഫിരുന്നവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഈ 10ലും എന്നോടൊപ്പം പള്ളിയിലേക്ക് വന്നോളി. കാരണം ലൈലത്തുൽ ഖദർ ഈ 10നാണെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയതാണ്. ഏതാണ് ആ ദിവസവും? ഇന്ന് രാത്രിയാവാം, നാളെ ആവാം, മറ്റന്നാളാവാം, 29 വരെ ഏത് രാത്രിയും ആവാം. പക്ഷെ ഏതാണെന്ന് അറിയിച്ചു കൊടുത്തു. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളും അധികം നന്മ ചെയ്ത കൂലി കിട്ടുന്ന ഒരു രാത്രി എൻ്റെ ഉമ്മത്തിന് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിന് പറയാൻ വേണ്ടിയിട്ട് പരക്കുന്ന ഓടി വരികയാണ് പള്ളിയിലേക്ക്, മിമ്പറിന്റെ അടുത്തേക്ക്. അപ്പോൾ 2 സഹാബാക്കൾ അടികൂടി. എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തർക്കം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അതിൽ ഇടപെട്ടു. ആ സമയത്ത് ആ ഇൽമു ഉയർത്തപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ തർക്കം നിങ്ങൾക്കൊരു ഖൈർ നഷ്ടമാക്കി. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഖൈറേ ഇല്ല, ഇതേ ഉള്ളൂ മക്കളെ. ലൈലത്തുൽ ഖദർ റസൂലുള്ളാഹി പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമദാൻ. അതുകൊണ്ട് റമദാന്റെ അവസാനത്തെ 10ൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ കാത്തിരുന്നോളി. എവിടെ കാത്തിരിക്കാൻ? പുരക്കിരുന്ന പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾക്കല്ലാണ്ട് പുരക്കിരുന്ന കിട്ടൂല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും റസൂലുള്ളാഹിന്റെ ഭാര്യമാരും വരെ ലാസ്റ്റ് 10ന് പള്ളിയിലാവും. നീ വെച്ചോളൂ, മെനക്കെട്ടോളി, വെറുതെ കിട്ടൂല. ومن أراد الآخرة وسعى لها سعيها. الله പറഞ്ഞതാ, അല്ലാഹു പറയുന്നു, ومن أراد الآخرة, ആഖിറത്ത് ആരാണോ ലക്ഷ്യമാക്കുന്നത്, وسعى لها سعيها, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട പോലെ ആരാണോ പരിശ്രമിക്കുന്നത്. അപ്പൊ കുറച്ച് കഷ്ടപ്പാട്, കുറച്ച് ഉറക്കം കളയേണ്ടി വരും. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുളിക്കുക, ഇവിടുന്ന് മാറ്റുക, ഇവിടുന്ന് രാവിലെ കൂടി പോവാ, വൈകുന്നേരം നേരം ഇങ്ങോട്ട് വരിക. അതന്നെ എങ്ങനെ കഴിയുമോ അങ്ങനെ. ചിലപ്പോൾ അള്ളാഹ്ക്ക് തോന്നും, പാവം, സമയവും ഇല്ല, വീടിലും പോകണം, ഉറക്കുണ്ട്, ക്ഷീണമുണ്ട്, എന്നാലോ ഇതൊട്ട് ഒഴിവാക്കാനും പറ്റുന്നില്ല, എന്നാലും ഓൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ല, ഓട്ടറാ നീ വന്നിട്ടില്ലെങ്കിലും കിടക്കട്ടെ, നിനക്ക് തന്നു എന്ന് അള്ളാഹ്ക്ക് പറഞ്ഞൂടെ? ആരെങ്കിലും ചോദിക്കുമോ? ഞാനിവിടെ കറങ്ങാണിയും ബെഡും ബെഡ്ഷീറ്റും കൊണ്ടുവന്ന് കെട്ടിക്കിടന്നിട്ട്
നീ ഇവന് രാവിലെ വന്ന് മുഖം കാണിച്ചിട്ട് പോയോ, നീ എന്തിനാ കൊടുത്ത്? അതെന്റെ റബ്ബിന്റെ ഇഷ്ടം, അത് അള്ളാഹുവിന്റെ ഇഷ്ടം. പക്ഷെ അത് കൊടുക്കില്ല, നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് പ്രിയപ്പെട്ടവരെ, ഉറക്കില്ല പള്ളിയിൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദാ കാനൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറ, അരക്കൊട്ടി മുറുക്കി എടുത്തു, റെഡിയായി. വഅഹ്യാ ലൈല, രാത്രിയെ ജീവിപ്പിച്ചു. വഅയ്ഖദ അഹ്ല, കുടുംബത്തിനെ ഉറക്കം എണീപ്പിച്ചു, രാത്രിയെ മനോഹരമാക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനുകളുടെ കാര്യം വലിയ അത്ഭുതം തന്നെ. അവരുടെ പ്രവാചകനോ ആ പ്രവാചകന്റെ സഹാബാക്കളോ വഫാത്താകുന്നവരെ ഒഴിവാക്കാത്ത ഒരു അമല് ഒഴിവാക്കുന്ന മുസ്ലിമിന്റെ കഥ എന്ത് അത്ഭുതം! എന്തിനായിരിക്കും റസൂൽ ഒഴിവാക്കാണ്ട് കൂടിയിരുന്ന പള്ളിയിൽ? എന്തെങ്കിലും ഒരു ദറജ അല്ലാഹു റസൂൽ അധികം കിട്ടാനുണ്ടോ? ഒന്നുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഖുർആനിൽ. എന്താ അത്? ലഅംറുക്, ലഅംറുക്, നബിയേ നിങ്ങളുടെ ജീവിതം തന്നെയാണ് സത്യം. എന്താ വേണ്ട? അള്ളാഹു പറയുന്നു നിങ്ങളുടെ ജീവിതം തന്നെയാണ് സത്യം. അള്ളാഹിന്റെ ഹബീബിന്റെ ജീവിതത്തെ സത്യം ചെയ്ത് പറയാൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഖലാസ്, അപ്പുറത്തൊരു മഖാമിന് കിട്ടാനില്ല. എന്നിട്ടും എന്തിനാ രാഷ്ട്രപത്തിൽ വന്നിട്ട് പള്ളി കയറിയെന്ന്? രാത്രി മാത്രമല്ല, രാവും പകലും മുഴുവൻ നമ്മളെ പഠിപ്പിച്ചു തരാൻ. പ്രിയപ്പെട്ട ഉമ്മത്തെ ശ്രദ്ധിച്ചോളണം. ദ ലാസ്റ്റ് 10 ചാൻസ് ആണ്. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസം എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? കച്ചവടക്കാർ വേഗം പറഞ്ഞു, 83 അല്ലെങ്കിൽ 84 വർഷം. ആര് ജീവിക്കുന്ന ആർക്കും ഉറപ്പുണ്ട്? ഇത്രയും കൊല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രായപൂർത്തിയായതിനു ശേഷം ഈ രാത്രിയുടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തിരുന്ന മുഅ്മിനിന്റെ കൂലി എത്രയായിരിക്കും? എന്തായിരിക്കും നാളെ ആഖിറത്തിലേക്ക് അവൻ വരുമ്പം അവൻ്റെ ബാഗിലും അവൻ്റെ പെട്ടിയിലും ആൾക്കാർ നോക്കിയിട്ട് ഓനെപ്പോലെ അയാ മതിയേനു, ഓനെപ്പോലെ അയാ മതിയേനു ആഖിറത്തിൽ നിന്ന് നോക്കിയിട്ട് പറയും. പക്ഷെ കാര്യം ഉണ്ടാവില്ല. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. അല്ലാഹു പറയാം, അന്ന് മനുഷ്യന്മാർ ചിന്തിക്കും, ആ ലാസ്റ്റ് 10 ഇഅ്തികാഫ്, ലൈലത്തുൽ ഖദർ, ആ നീണ്ട നീണ്ട നിസ്കാരങ്ങൾ, ദുആ, ദിക്ർ, ഖുർആനോത്ത് ചെയ്തെങ്കിൽ വഅന്നാ ലഹു ദിക്റ. എടാ അടിമേ, ഇവിടെ നിന്ന് എന്തിനാ കാര്യം ചിന്തിച്ചിട്ട്? അത് കഴിഞ്ഞു പോയില്ലേ നാട്ടിൽ? കാസർഗോഡ് കഴിഞ്ഞു പോയില്ലേ 2025 അവസാനത്തെ 10? അന്നേരം ചെയ്യണേനു, അതിനൊരു കാര്യമില്ല. മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറയാൻ, എങ്ങനത്തെ രാത്രി എന്നറിയോ? തനസ്സലുൽ മലായിക, ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. വന്നിട്ട് അമീറോട് പള്ളി നോക്കുമ്പോൾ പള്ളി കാലി, ഓർത്തല്ല എല്ലാ ആളുണ്ട്. എന്താ എൻ്റെ പേര്? അടിയോടടി, അടിയോടടി കുടിക്കാൻ പോയിരിക്കുകയാണ് എല്ലാവരും. ഏത് രാത്രിയിൽ? മലായിക്കത്ത് മോളിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ. പെരുന്നാളിൻ്റെ കുപ്പായ എടുക്കാൻ പോയിരിക്കുകയാണ് രാത്രി. പള്ളിയിൽ മലായിക്കത്ത് വന്ന് വരുന്നത് ആരുമില്ല, പോട്ടെ, ശീല വെച്ചിട്ട് പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താർത്ഥം? ഐ ജിബ്രീൽ, ചീഫ് ഗസ്റ്റ് ആ രാത്രിയിലെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന അല്ലാഹു പറയുന്നു. നമ്മുടെ ദുആ കാമീം പറയാൻ വരും, നമ്മളെ പേരെ നിസ്കരിക്കാൻ വരും, നമ്മളെ കൂടെ ഇരിക്കാൻ വരും ആ രാത്രിയിൽ. അപ്പൊ നമ്മള് വന്നോട്ടെ, അവിടെ കുറെ തൊണ്ടന്മാരുണ്ട്, പിന്നാരുണ്ട്, അവരെ കണ്ടിട്ട് പോയിക്കോട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു പറഞ്ഞത് ബിഇദ്നി റബ്ബിഹിം, എങ്ങനെയാ വരുന്നറിയോ? ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അനുമതി പ്രകാരം ഞാൻ പറഞ്ഞതാ. പോ, എൻ്റെ അടിമകളുണ്ടാവും രാത്രി പള്ളിയിൽ ഉറക്കൊഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കുറെ എണ്ണം. കുറെ ആൾക്കാർ ഖുർആൻ ഓതുന്നു, കുറെ ആൾക്കാർ നിസ്കരിക്കുന്നു, കുറെ ആൾക്കാർ എൻ്റെ മുമ്പിൽ മുട്ടും കുത്തിയിരുന്നിട്ട് കരയുന്നു. പോയി നോക്ക് ജിബ്രീലേ, കൂടെ പോയിട്ട് കൂടിയിട്ട് വാ എന്ന് ഞാൻ പറഞ്ഞിട്ട് അയക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ പള്ളിയിലില്ല, നമ്മൾ വീട്ടിൽ സുഖമായിട്ട്. ഞാൻ ബദറിന്റെ കഥ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദരീങ്ങളും
എത്ര ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞാൽ 70 ഒട്ടകം, 300 ആള്. ആ 70 ഒട്ടകത്തെ 300 ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീതിച്ചു കൊടുക്കാൻ. ഒരൊട്ടകം 3 ആൾക്ക്, 3 ആള് മാറി മാറി കയറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ളത് അലി ഇബ്നു അബി താലിബും അബൂ ലുബാബയും, 2 ചെറുപ്പക്കാര്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് നംശി ഇർകം നംശി അൻക, നിങ്ങൾ കയറിക്കോളി, നമ്മൾ നടന്നോളൂ, നമ്മൾ ചെറുപ്പക്കാരല്ലേ. റസൂലുള്ളാഹി പറഞ്ഞു, മാ അൻതുമാ ബി അഖ്വാ മിന്നി, നിങ്ങൾ എന്നെക്കാളും വലിയ പവർന്നുള്ള ആൾക്കാരല്ല, നിങ്ങളെക്കാളും ശക്തി എനിക്കുണ്ട്, ഞാൻ നടന്നോളാം. മാത്രമല്ല അള്ളാഹു തരുന്ന കൂലി നിങ്ങൾക്ക് മാത്രം മതിയോ, എനിക്കും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന ആള്, ജിബ്രീലിനോട് സംസാരിക്കുന്ന ആള്, 7 ആകാശത്തിന്റെ അപ്പുറത്തെ അർശിന്റെ മുന്നിൽ ചെന്ന് നിന്ന ആള് മരുഭൂമിയിൽ നടക്കുക കൂലിയിട്ടാൽ. നമുക്ക് പള്ളിയിലും തുറക്ക് വരുന്നില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സത്യല്ലേ? മൃഗാദി പറഞ്ഞു. ദഅനി സിദ്റത്തുൽ മുൻതഹയിലെത്തി. ആരൊക്കെ? ജിബ്രീലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഒന്ന് ആലോചിച്ച്, സുനിത വില്യംസ് അവിടെ പോയിട്ട് വരുമ്പോൾ എന്തെല്ലാം വാർത്ത, അങ്ങനെ ഇങ്ങനെ. എൻ്റെ നബി അതിൻ്റെ അപ്പുറത്ത് പോയി വന്ന ആളാ ഒറ്റ രാത്രിയിൽ. എന്താ മനസ്സിലായിട്ടേ? എൻ്റെ നബിന്റെ പവർ മനസ്സിലായിട്ടാ. സുനിത അങ്ങനെ, സുനിത ഇങ്ങനെ, സുനിത മറ്റേ, സുനിത മറിച്ചത്, പിന്നെ ഒറ്റത്തിലുള്ള മറ്റേ സായിപ്പും അങ്ങനെ പോയി, ഇങ്ങനെ നിന്നു, അങ്ങനെ നിന്നു. എൻ്റെ നബി രാത്രിയുടെ ഒരു ശകലം, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയുടെ ഒരു ഭാഗത്തില് 7 ആകാശത്തിന്റെ അപ്പുറത്ത് ചെന്ന് സിദ്റത്തുൽ മുൻതഹ കണ്ട്, അതിന്റെ അപ്പുറത്ത് അള്ളാന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പോയി നിന്ന് എൻ്റെ റബ്ബിനോട് സംസാരിച്ചിട്ട് രാത്രിക്ക് രാത്രി തിരിച്ചു വന്ന മഹാത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ അറിയുന്നില്ല, അറിയൂല. കാരണം അറിഞ്ഞാൽ അങ്ങനെ ജീവിതമാക്കേണ്ടി വരും. സുനിതനെ അറിഞ്ഞാലോ അങ്ങനെ ആക്കാം, അടിപൊളി തന്നെ. സിദ്റത്തുൽ മുൻതഹയിലെത്തി. ജിബ്രീൽ പറഞ്ഞു, ദഅനി, ഇനി ഞാനില്ല, ഇനി ഞാനില്ല. തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, മുന്നോട്ട് പോയിക്കോളിൻ, പേടിക്കണ്ട. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ, ഖയ്യൂമായ അങ്ങയുടെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കുന്നു, അങ്ങ് പോയിക്കോളിൻ. പോയില്ലേ? അർശിന്റെ താഴെ നിന്നില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഒരു മഖ്ലൂഖോടെ പിന്നെ എത്തിയിട്ടുള്ള ഇനി എത്തൂല്ല. നമ്മുടെ നബി പോയിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്, അല്ലാഹ് കർപ്പിച്ച അങ്ങോട്ട് അഭിവാദ്യങ്ങൾ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ എൻ്റെ നബി, നിങ്ങൾക്ക് എൻ്റെ സമാധാനം ഉണ്ടാവട്ടെ. അപ്പോഴും നമ്മളെ അള്ളാന്റെ ഹബീബ് നടന്നില്ല. ഭൂമിയിലല്ല ഉള്ളത്, ആകാശത്തിന്റെ അപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ റസൂൽ തിരിച്ച് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് മാത്രം പോരാ, എൻ്റെ ഉമ്മത്തിലെ സാലിഹീങ്ങൾക്കും വേണം. എന്നിട്ട് അവിടുന്ന് ഷഹാദത്തിന്റെ പ്രഖ്യാപനം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പോലെയോ മുഹമ്മദേ? ആ പോന്നു. എന്നൊരു കാര്യം ചെയ്യും, സമ്മാനം വേണ്ടേ? എൻ്റെ ഉമ്മത്ത് 5 നേരം നിസ്കരിക്കാൻ പറ. 50 ആയിരുന്നു, 5 ആക്കി. അവസാനം പറഞ്ഞു 5 മതി, 50ന്റെ കൂലി ഞാൻ നിങ്ങളുടെ ഉമ്മത്തായത് കൊണ്ട് കൊടുത്തോളാം. തിരിച്ചു വന്നു, രാത്രിക്ക് രാത്രി തിരിച്ചു വന്നു. മഹാത്ഭുതം. ആ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മദീന പള്ളിൻ്റെ ഒരു മൂലയിൽ കരഞ്ഞിട്ട് കുത്തിയിരിക്കുന്നുണ്ടാവും. എന്തിനേന്ന്? എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന രാത്രികളെ സജീവമാക്കിക്കോളിൻ. പകലുകൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, പീടി പോകുന്നവരുണ്ടാവും, പോയിക്കോളിൻ. സമയം കിട്ടിയ ഉടനെ തിരിച്ചു. കാരണം എന്താ അറിയോ? മഗ്ഫിറത്ത് വാങ്ങണം, ഖൽബ് ക്ലിയർ ആക്കണം, കഴുകി ശുദ്ധിയാക്കണം, പെടണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല, എല്ലാ രാത്രിയിലും നരകത്തിന്റെ അവകാശികളായ ചിലരെ കോരി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് സ്വർഗത്തിലേക്ക്. അത് കിട്ടണം, സ്വർഗത്തിന്റെ അവകാശിയാവണം. ആ വാശിയിലാണ് വന്നിരിക്കുന്നത്. ചോദിച്ചിട്ട് നിർബന്ധിച്ചിട്ട് വാങ്ങാൻ അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മളെ പേരുടെ മുമ്പിൽ ഒരുത്തം വന്ന് കൊടി കെട്ടിയാൽ നമുക്ക് ഇഷ്ടമാവും. നമ്മളെ കടയിലെ ജീവനക്കാർ വന്നിട്ട് നമ്മളെ പേരുടെ മുമ്പിൽ കൊടിയും കെട്ടിയിട്ട്, പണ്ടത്തെ തൊഴിലാളി സമരം ഉണ്ടല്ലോ, നമുക്ക് സന്തോഷമാവില്ല.
ദേഷ്യം പിടിക്കലല്ലേ? പക്ഷെ അള്ളാഹ്ക്ക് ആ സമരം ഇഷ്ടമാണ്. അടിമകൾ അള്ളാഹിന്റെ പുറക്ക് വന്നിട്ട് കൊടിയും കൊട്ടിട്ട് ഇരിപ്പന്നെ പുറത്തന്നേ പറ്റൂ. ഇങ്ങനത്തെ ആവശ്യമുണ്ട്, തീർച്ചയാരണം. അത് അങ്ങ് വേണം, ഇത് വേണം, മറ്റേ വേണം. അതെങ്ങനെ രസിക്കും അടിയാറുകളുടെ ഈ പ്രവൃത്തി കണ്ടിട്ട്. അങ്ങനെ കാരണം അപ്പുറത്ത് കുറെ ധിക്കാരികളുണ്ട്, അഹങ്കാരികളുണ്ട്, തോന്നിവാസികളുണ്ട്. അപ്പൊ കുറച്ചെണ്ണം മാത്രം പള്ളിയിൽ വന്നിരുന്നിട്ട് കരച്ചല്, ദുആ, നിസ്കാരം, സുജൂദിൽ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശവ്വാൽ 1-ന്റെ അന്ന് പെരുന്നാക്ക് പുതിയ കുപ്പായം ഇട്ട്, പുതിയ ഷൂ ഇട്ട്, പിന്നെന്താ, പുതിയ അത്തറും പൂശി, പുതിയ സോപ്പിൽ കുളിച്ച് ഈദ്ഗാഹിലേക്ക് പോകുമ്പം പോകാനും സമ്മാനം വാങ്ങാനും അർഹനാണ് ഞാൻ എന്ന് എൻ്റെ നഫ്സ് എന്നോട് പറയണം. അങ്ങനെ 10 ദിവസം പണിയെടുക്കണം. യൗമുൽ ഈദ് യൗമുൽ ജായിസ, പെരുന്നാൾ ദിവസം സമ്മാനത്തിന്റെ ദിവസമാണ്. ആർക്കാണ് സമ്മാനം? 10 ദിവസം കഷ്ടപ്പെട്ടവന്, 1 മാസം കഷ്ടപ്പെട്ടവനുള്ള സമ്മാനം. അത് ആകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കിക്കോണം. 10 ദിവസം പ്രിയപ്പെട്ടവരെ ക്ലിയർ ആയിക്കോളെ. എനിക്ക് ഞാനേ ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവും. ഒരാൾ തിരിഞ്ഞു നോക്കില്ല. വല്ലാഹി സുമ്മ വല്ലാഹി ഒരു മഖ്ലൂഖ് തിരിഞ്ഞു നോക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാക്കളെ ശ്രദ്ധിച്ചോളിട്ടോ, അള്ളാഹു വന്ദാനം പിടിച്ചു നിർത്തിയിട്ടൊന്ന് കുലുക്കി ചോദിച്ചാലുണ്ടല്ലോ, ലഅദ്ദിം, നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു പോകും. കറക്റ്റ് കണക്ക് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് പേടിയില്ല. അല്ലെങ്കിൽ കറക്റ്റ് കണക്ക് വെച്ചാൽ. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും അങ്ങനെ തന്നെ? അതെ, നഅം, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹ് അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പുതന്നാലൊഴികെ. ആ റഹ്മത്ത് ചോദിച്ചു വാങ്ങിക്കണം ഈ 10. അതുകൊണ്ട് ആരെയും നോക്കണ്ട, സ്വന്തം കാര്യം നോക്കിയിട്ട് ചെയ്തോളി, കഷ്ടപ്പെട്ടോളി. ഖു അൻഫുസകും വഅഹ്ലീകും, സ്വന്തത്തെയും കുടുംബത്തെയും. കുടുംബം മീൻസ് അഹ്ലി മീൻസ് ഭാര്യ, മക്കൾ. ശ്രദ്ധിച്ചോളൂ. ഭാര്യമാരെയും കൂട്ടി പള്ളിയിലേക്ക് വന്നോളിൻ, ഈത്തിക്കാഫ് ഇരുന്നോളിൻ, ഖുർആൻ ഓതി തീർക്കേണ്ടവർ തീർത്തോളിൻ. ദിക്ർ, ദുആ, ദുആ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സിലാഹുൽ മുഅ്മിൻ. എങ്ങനെ ദുആ ചെയ്യും? മടക്കിയില്ലേ ഒരു ചെക്കൻ, എല്ലാ പൈസക്കാരൻ്റെ പോലെ. കഴിഞ്ഞ റമദാൻ അങ്ങനെ കണ്ടിട്ട. ഈ റമദാനിൽ ചെക്കന് ഭയങ്കര മാറ്റം. ഓന് സ്കൂൾ പഠിക്കുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ. ഫ്രീ കിട്ടുമെല്ലാം പള്ളിയിലുണ്ട്. ഓൻ ദുആ ചെയ്യുന്നൊരു സ്റ്റൈല്, സുബ്ഹാനല്ലാഹ്. ഞാൻ നോക്കിയിരുന്നു പോയി. ഓൻ അള്ളാഹിനോട് വർത്താനം പറയും. ഓൻ്റെ ഇരിപ്പും, ഓൻ്റെ കൈ വെക്കുന്നതും, ഓൻ്റെ മുഖത്തിൻ്റെ ആ ഭാവ പകർച്ചകളും വർത്താനം പറയാം റബ്ബിനോട്. അതാണ് ദുആ, അതാണ് ദുആ. ഇങ്ങനെ ആർക്കോ വേണ്ടി അങ്ങനെയല്ല. എൻ്റെ റബ്ബിനോട് ഞാൻ യാചിക്കാണ്. ഓരോ കാര്യം 3 പ്രാവശ്യം. കരച്ചിൽ വരുന്നില്ലേ? കരയൂലാക്ക്, കരയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഷഹീദിന്റെ രക്തത്തുള്ളിയും അള്ളാഹുവിനെ പേടി ചുറ്റുന്ന കണ്ണുനീരിന്റെ തുള്ളിയും നരകത്തിലെത്തൂല. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത് ഐനാഹു, ഒറ്റക്കിരുന്ന് അള്ളാഹിനെ പറ്റി ഓർത്ത് കണ്ണ് നിറഞ്ഞു തുളുമ്പിയവൻ അർശിന്റെ തണൽ കിട്ടുന്ന ടീമാണ്. കരയണം. ഇല്ലെങ്കിൽ കരയും പോലെ ആക്കണം അള്ളാഹുവിനെ കനിവ് തോന്നാൻ, അലിവ് തോന്നാൻ. എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അലിവ് തോന്നിയിട്ട് റബ്ബ് പറയണം, വന്ന് ചോദിച്ചല്ലടാ, ഓ ഞാൻ നിനക്ക് തന്നു. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ കയറിയവൻ ജയിച്ചു. 10 ദിവസമുണ്ട്, കഷ്ടപ്പെട്ടോളി. അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങളും ഞാൻ നിങ്ങൾക്കും. കാരണം അന്യർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ട് മലക്ക് പറയും, നിനക്കും അങ്ങനെ കിട്ടട്ടെ, നിനക്കും അങ്ങനെ കിട്ടട്ടെ. അത് മലക്കിൻ്റെ ദുആ നമുക്ക് കിട്ടും, നമ്മളത് മറ്റുള്ളവർക്ക് പോകുമ്പോൾ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലുള്ള തർത്തീബ് അങ്ങനെയാണ്. 11 മണിക്ക് നമ്മൾ തറാവീഹ് നിസ്കാരം തുടങ്ങുക. അതുകൊണ്ട് 11 മണിക്കല്ലേ, എത്ര മണിക്ക് വന്നാൽ മതി? നിസ്കാരത്തിനോ ടൈം ഫിക്സ് ചെയ്തെന്ന് മാത്രം. പണി നേരത്തെ തുടങ്ങണം. അപ്പന ഇൻഫറാദിയ അമല് മഗ്രിബിനേ വരിക. അല്ലെങ്കിൽ മരി വിസ്കരിച്ച് നോമ്പ് തുറന്ന് പോയി ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് വരിക. പിന്നെ നമ്മളെ ഖുർആൻ ഓത്ത്, നമ്മളുടെ ദുആ എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ചങ്ങയില്ലേ, ചഡ്ഡി ദോസ്ത്,
മോനോട് എങ്ങനെ നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കുന്നു? അല്ലയോ മഹാനായ ചങ്ങാതി അവറുകളെ, എനിക്ക് അല്പം ആവശ്യമുണ്ട്, താങ്കൾക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കാമോ? അങ്ങനെ ചട്ടി ദോശ എന്ന് പറയില്ലേ? നിങ്ങൾ കാസർഗോഡ് ഭാഷ പറഞ്ഞ എങ്ങനെയാ പറയില്ലേ? അവിടെ തന്നിറ, അതന്നെ, അതാണ്. എന്റെ അടിമ എന്നെ എങ്ങനെ കാണുന്നോ ഞാൻ അങ്ങനെ പെരുമാറും. ചട്ടി ദോസ്തായിട്ട് കണ്ടാൽ അങ്ങനെ ചോദിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണത്. അങ്ങനെ ചോദിക്കണം. ഏറ്റവും അടുത്ത ആളോട് ചോദിക്കും പോലെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടിരിക്കണം. അടുത്തുള്ളവൻ നമ്മളെ രഹസ്യത്തിന്റെ രഹസ്യം വരെ മുകളിൽ നിന്ന് നോക്കി കാണുന്നവൻ. എന്തോ മറച്ചു വെക്കാനുള്ളത്, എന്തോ അവനടുത്ത് മറച്ചു വെക്കാനുള്ളത്, അങ്ങനെ പറയണം. ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ല അറബി കവി പറഞ്ഞ ഓർമ്മയില്ലേ, വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു. നീ അവനോടുള്ള ചോദ്യം നിർത്തിയാൽ ഒരു ദേഷ്യം പിടിക്കും. ഓഹോ, ഇപ്പൊ എന്റെ ആവശ്യമില്ല അല്ലേ, ഇവരൊന്നും ചോദിക്കുന്നില്ലല്ലോ, ദേഷ്യം പിടിക്കും. ചോദിച്ചോണ്ടിരുന്നാലോ പാവം എപ്പോഴും എൻ്റെ അടുത്തേക്ക് എന്നെ വരുന്നത് കൊടുത്തകളയാ. അങ്ങനെ ചോദിക്കും. അവിടെ ഒറ്റയ്ക്കിരുന്ന് ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം എല്ലാം പച്ച മലയാളത്തിൽ അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ആഫിയത്ത് നസീബാക്കി തരട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അവിടെ ഇൻഷാ അല്ലാഹ് 11 മണിക്ക് നമ്മൾ തറാവീഹ് തുടങ്ങും. ഓരോ 2 റക്അത്തിന് ശേഷവും ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് ചെയ്യും. വേണമെങ്കിൽ ഒന്ന് കിടക്കാം, പോയി മുത്തശ്ശി വുളൂ ചെയ്തിട്ട് വരാം, ദുആ ചെയ്യാം, ഖുർആൻ ഓതാം. അതിനാണ് ആ ഗ്യാപ്പ്. അത് ഓർമ്മ വേണം. വെറുതെ കളി തമാശ പറഞ്ഞ് കളയാനുള്ളതല്ല. ഒരു 4 റക്അത്ത് കഴിയുമ്പം നന്നായിട്ടുള്ള ഒരു ഇസ്തിറാഹ, ഒരു 10 മിനിറ്റ് ക്ലാസ്സും പിന്നെ ഒന്ന് ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ച് ഒന്ന് ഉഷാറാവാൻ. പിന്നെ അടുത്ത 4 നിൽക്കണം. വായി എല്ലാവർക്കും ഇപ്പം നിൽക്കാൻ പറ്റുന്നതായിട്ടല്ലേ, വേദന ഉണ്ടാവും. വേദനിച്ചിട്ട് നിൽക്കണം അള്ളാന്റെ മുമ്പിൽ. അഫല അകൂന അബ്ദൻ ശകൂറ. ആരടാ? ഞാനടാ. എന്തുകൊണ്ടാ പറയുന്നറിയോ? ഈ ടയറുള്ളോണ്ട്. ഇത് പഞ്ചറായാൽ ഖലാസ്. അള്ളാഹു കാക്കട്ടെ. ഈ സാധനം പേച്ചായാൽ മതി. ആരടാ? ഞാൻ തന്നെ. ഇപ്പം ഞാനടാ ഇല്ല, പോയി കഴിഞ്ഞു, ഖലാസ് കഴിഞ്ഞു, ഇതൊന്നും ഓടാകില്ല. എൻ്റെ റബ്ബ് എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചിട്ടും ഈ സ്ഥാനത്തിനൊന്നും വരുത്തുന്നില്ലല്ലോ. ഇതിൻ്റെ മുകളിലല്ലേ ഇപ്പോഴും ഓട്ടം ചാട്ടം മൊത്തം, ജീവിതം മൊത്തം കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലല്ലേ. കിടന്ന് പോയവനെ പറ്റി ചിന്തിച്ചു നോക്കി. കാല് കിട്ടിയിട്ട് കാല് പോയ മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ട് കണ്ടോക്കി എന്താ അവസ്ഥ. അതിൻ്റെ നന്ദി തന്നെയാണ് ഈ നിപ്പ്. വേദനിക്കും. അള്ളാഹുവിന് കനിവ് തോന്നണം, എന്നിട്ട് പൊറുത്തരണം, മാപ്പ് തരണം, നീ രക്ഷപ്പെട്ടാന്ന് പറയണം. നോമ്പ് കഴിയുമ്പോൾ അതിനെന്നെ നിൽക്കുന്നു, വേറൊന്നും കിട്ടാനല്ല, അതിന് മാത്രം. ഏകദേശം ഒരു 3-3:30 നിസ്കാരം കഴിഞ്ഞിട്ട് പിരിയണം. പിരിഞ്ഞ് പോക്കല്ല, പിന്നെയാണ് ശരിക്കുള്ള ദുആന്റെ സമയം. യൻസിലു റബ്ബുനാ തബാറക വ തആല. ഈ ആകാശത്തുമ്പോൾ വന്നിട്ട് 3 ചോദ്യം ചോദിക്കുന്നു. ഹൽ മിൻ സായിലിൻ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഫഅഉതി, ഞാൻ തരാം. ഇവിടെ വന്നിട്ട് ചോദിക്കുന്നു. ഹൽ മിൻ മുസ്തർസിഖിൻ, റിസ്ക്, ഭക്ഷണം, വെള്ളം, കുപ്പായം, കച്ചവടം, ബർക്കത്ത്, അത് ഇത് ചോദിച്ചോളി. ഫഅർസുഖുഹു, ഇപ്പൊ തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം ആർക്കെങ്കിലും ഉണ്ടോ? തെറ്റേത് പോയിട്ടുണ്ടോ? ഫഅഗ്ഫിർ ലഹു, പുറത്തേരാം. ആ സമയത്ത് 3 ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബേ ഉണ്ട്, എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടണം. കിട്ടാതിരിക്കൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുറദ്, അല്ലാഹു തള്ളിക്കളയില്ല. അവിടെ സജീവമായിക്കോണിൻ, നല്ല ഭംഗിയാക്കിക്കോണിൻ. തീരുമ്പക്ക് മനസ്സിനൊരു റാഹത്തുമുള്ള അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.